അപ്പോൾ നമുക്ക് ബസ്സിലേക്ക് പോകാം. ബസ്സിലേക്ക് പതുക്കെ കയറാവുന്നതാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് നമ്മുടെ ബസ്സൊന്ന് കാട്ടിക്കൊടുക്കുകയും വേണം. നമ്മുടെ ബസ് എവിടെ? ആൻഡോ സാർ, ബസ് പോയോ? നമുക്ക് മാത്രമേ ബസ്സുള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം നമുക്ക് കുറച്ചൊരു നടത്തവുമാകും. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഞാൻ അന്ന് കണ്ടതിനേക്കാളും കുറച്ച് കളറൊക്കെ മങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാ വീടുകളിലും കയറി വെയിലത്ത് നടന്നതിൻ്റെ ആണോ? നല്ല വെയിലാണ്. കാലത്ത് 7 മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ രാത്രി വരെ വീട് കയറിയുള്ള വോട്ട് ചോദിക്കലാണ്. അപ്പോൾ പാലക്കാടത്തെ വെയിൽ ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെയാണ് വീടുകൾ കയറുന്നത്. പക്ഷേ വെയിലത്ത് പാടില്ല. താമരയല്ലേ, വെയിലേറ്റ് പാടില്ല. ഞങ്ങൾ രാവിലെ തുടങ്ങിയിട്ട് റിപ്പോർട്ടർ TV ഒരു റോഡ് ഷോ പ്ലാൻ ചെയ്യാം. നിങ്ങൾ സ്ഥാനാർത്ഥികൾ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളൊരു സൈഡിൽ കൂടെ പോയി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാമീണർ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ നിങ്ങൾക്കൊരു മുനിസിപ്പാലിറ്റി സ്വന്തമായിട്ട് കിട്ടിയ കേരളത്തിലെ ഏക സ്ഥലമാണല്ലോ പാലക്കാട്. അപ്പം ഈ 8 വർഷമായില്ലേ ഇപ്പോൾ മുനിസിപ്പാലിറ്റി? 8 വർഷമായി. 8 വർഷം. അപ്പോൾ ഇതിനകത്ത് ഈ കേരള സർക്കാരിൻ്റെയോ കേന്ദ്ര പിന്നെ നമ്മുടെ ഈ MP ഫണ്ടൊന്നും കിട്ടാത്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇവിടെ? അമൃത് പദ്ധതിയിൽ 10% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ MP-മാർ സ്റ്റേക്ക് ഹോൾഡേഴ്സായ MLA MP ആണ് തരേണ്ടത്. ഷാഫി പറമ്പിൽ 1 രൂപ പോലും ഈ 221 കോടി രൂപയുടെ പദ്ധതി പാലക്കാട് നഗരത്തിൽ നടക്കുന്ന സമയത്ത് MLA ഷെയറായിട്ട് തന്നിട്ടില്ല. MP രാജേഷ് 19 വരെ MP ആയിരുന്നു. MP രാജേഷ് 1 രൂപ തന്നിട്ടില്ല. VK ശ്രീകണ്ഠൻ കഴിഞ്ഞ 6 വർഷക്കാലം. ഇനി നമ്മുടെ ടാഗിലേക്ക് നോക്കി, MLA ആയി കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്: ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, ജനങ്ങളുടെ നീതിക്ക്. ഉറപ്പല്ലേ? അപ്പോൾ ഈ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറലാണ്. ശരിക്കും മുനിസിപ്പാലിറ്റി ചെയ്തില്ല എന്ന് MLA-യും MP-യും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പഴിചാരുന്നില്ല. ഞങ്ങൾ ഡാറ്റ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡാറ്റ വെച്ചിട്ട് ഫാക്റ്റാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ NDA സ്ഥാനാർത്ഥി നമ്മുടെ ഇലക്ഷൻ ബസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തത്സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി. ഇങ്ങനെ ഒരു അനുഭവം ഈ പ്രചരണത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇത്തരത്തിലൊരു യാത്ര. നമ്മുടെ എല്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, മാഡം വരൂ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി എല്ലായിടത്തു കൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. പഞ്ചായത്തുകളിലെല്ലാം യാത്രയുണ്ടായിരുന്നു. പഞ്ചായത്തുകളിൽ പോയ സമയത്ത് കർഷകരെ കണ്ടില്ലേ? പാലക്കാടത്തെ 3 പഞ്ചായത്തുകളിലെ കർഷക വീടുകൾ കാണാമായിരുന്നു. ഓരോ കർഷകൻ്റെ വീടിന് മുന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നെൽച്ചാക്കുകൾ. 10 മുതൽ 100 ദിവസം വരെയായി കൊയ്ത്ത് കഴിഞ്ഞിട്ട്. ഇനിയും നെല്ലിൻ്റെ സംഭരണം പൂർണ്ണമായിട്ടുള്ള തോതിൽ ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുന്നിൽ തന്നെ ഞങ്ങളുടെ ജനകീയ സമരം വിജയിച്ചു. പാലക്കാടത്തെ നെൽകർഷകരുടെ വിഷയം ആദ്യമായിട്ട് ഉയർത്തിയത് ഞങ്ങളാണ്. ഞങ്ങൾ ട്രാക്ടർ റാലി പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ട്രാക്ടർ റാലി അറിഞ്ഞു. കോൺഗ്രസ് ട്രാക്ടർ റാലി നടത്തി. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത പാലക്കാടത്തെ ജനകീയ വിഷയം ഏറ്റെടുക്കാൻ അവരും ഒന്നുമല്ല. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾ 10 മണിക്കോ മറ്റോ ആണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനു മുൻപേ രാവിലെ തന്നെ ഷാഫി ട്രാക്ടർ ഓടിച്ചു തുടങ്ങി. അതും BJP-യുടെ അത്ര തന്നെ എണ്ണം. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇതുവരെ ട്രാക്ടർ ഓടിക്കാൻ തോന്നിയില്ലല്ലോ. പാലക്കാടത്തെ നെൽകർഷകരുടെ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നിയമസഭയിൽ ആരാ ഉന്നയിക്കേണ്ടത്? പാലക്കാടത്തെ നെൽകർഷകരുടെ വിഷയം ഈ 3 പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള 3 പഞ്ചായത്തുകളാണ്. അവരുടെ പ്രധാന വരുമാന മാർഗം നെൽകൃഷിയാണ്. അവരുടെ പ്രശ്നം MLA ഇതുവരെ അറിഞ്ഞില്ല. ഞങ്ങൾ ട്രാക്ടർ ഓടിക്കാൻ തീരുമാനിച്ചപ്പോഴാണല്ലോ MLA അറിഞ്ഞത്. MLA-യുടെ കണ്ണ് തുറപ്പിക്കാൻ മുൻ MLA-യുടെ കണ്ണ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ലോ. അതന്നെ ഞങ്ങളുടെ വിജയമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഡീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ മതേതര വോട്ടുകൾ, അതായത് LDF-ന് ഒപ്പം നിന്നിരുന്ന മതേതര വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുത്തേക്കാം BJP-യെ തോൽപ്പിക്കാൻ എന്ന രൂപത്തിൽ ചെയ്യാറുണ്ട്. അതാണ് സരിൻ അറിയാതെ പറഞ്ഞു പോയതും പിന്നെ AK ബാലൻ പിന്നീട് വിശദീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അത് ഡീലായിട്ട് കാണാൻ പറ്റുമോ? BJP-യെ തോൽപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വരുമ്പോൾ അത് ന്യൂനപക്ഷ വോട്ടുകളും ആ രൂപത്തിൽ ഏകീകരിക്കപ്പെടും. ഇത്തവണയും അതിനുള്ള സാധ്യതയില്ലേ? അല്ല, അങ്ങനെ മതേതര വോട്ടുകൾ മാത്രം പറയുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് SDPI ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചത് ആർക്കാ? UDF-നല്ലേ. PDP-യുടെ പിന്തുണ ആർക്കാ? LDF-നാണ്. SDPI മതേതര പാർട്ടിയാണ്. SDPI മതേതര പാർട്ടിയാണ്. മതേതര വോട്ട് മാത്രം മതിയെങ്കിൽ SDPI-യുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് തയ്യാറാവട്ടെ. പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. ഗ്രീൻ ആർമിയുടെ പിന്നാലെയല്ലേ VD സതീശൻ നടക്കുന്നത്? എന്താണ് ഈ ഗ്രീൻ ആർമി? അവർക്കറിയില്ല. SDPI-യുടെ കേഡറാണ് ഗ്രീൻ ആർമിയായിട്ട് പാലക്കാട് നഗരത്തിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്.
കോൺഗ്രസ്സുകാർ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ. കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോയി നോക്കിയാൽ അറിയാം. അത് ഇത് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ടി സിദ്ദിഖ് MLA പേരും പലപ്പോഴും പ്രചാരണത്തിനിടയിൽ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നതായി കണ്ടു. അപ്പോൾ കോൺഗ്രസ് ആണ് ഇവരെ സ്പോൺസർ ചെയ്ത് ഈ ലഘുലേഖകളൊക്കെ ഇറക്കുന്നത് എന്നുള്ള ആരോപണം അത് വസ്തുതാപരമായി നിങ്ങൾ ഉന്നയിക്കുന്നതാണോ? നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തരത്തിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? 100% ഞങ്ങൾ തെളിവുകളില്ലാതെ വെറുതെ പറയണമെന്നല്ല. നിങ്ങൾക്ക് ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാൻ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങുന്ന ആളുകൾ, ആ ആളുകളുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് എല്ലാം ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. തെറ്റായ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റായ ആരോപണം ഉന്നയിച്ചിട്ട് വെട്ടിലായത് കോൺഗ്രസ്സാ. ഇരട്ട വോട്ട് ചേർത്തിയത് മുഴുവൻ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ്. കോൺഗ്രസ് ഇതും ഉയർത്തിയാൽ കോൺഗ്രസ്സിലാണ് വെട്ടിലാവുക. ഞങ്ങളുടെ എല്ലാ തെളിവുകളും ഉണ്ട്. ഞങ്ങൾ പാലക്കാടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ്. പാലക്കാടിൻ്റെ ഓരോ ആളുകളെ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്. വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ ഗ്രീൻ ആർമിയിലുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചും അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ ചെയ്യണതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. അവർ പോയ വീടുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ആ വീട്ടുകാർ പറഞ്ഞ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. SDPIക്ക് ഒരു നിലപാടുണ്ട്. SDPIയോട് ആരും യോജിക്കുന്നില്ല, ശരി. പക്ഷേ SDPIക്ക് ഇത്തവണ UDFന് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നത് അവരുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ അവർ ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ SDPIയും UDFും ചേർന്നിട്ടാണ് എന്നെങ്ങനെ അനുമാനിക്കാനാകും? ഇപ്പോൾ ഞാൻ പറയട്ടെ, BJPക്ക് ആരെങ്കിലും പിന്തുണ തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായി യോജിപ്പുള്ളവരായിരിക്കില്ല. പക്ഷേ അവർക്ക് നിങ്ങളുടെ ആശയത്തോട് പിന്തുണ നൽകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പിന്തുണ ആ വോട്ട് വന്നോട്ടെ എന്ന് കരുതില്ല. SDPI സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കാണാൻ പറ്റുമോ? ഈ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട PFIയുടെ രാഷ്ട്രീയ വിഭാഗം നിരോധിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, PFIയെ നിരോധിച്ചല്ലോ. PFIയുടെ പ്രവർത്തകർ തന്നെയാണല്ലോ SDPIയുടെ പേരിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം ഈ SDPIയെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. ഇവിടുത്തെ അല്ലാതെയുള്ള അപ്പോൾ ഇവിടുത്തെ SDPIയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ മൈനോറിറ്റി വോട്ട് കിട്ടുള്ളൂ എന്നുള്ള ധാരണ കോൺഗ്രസിനുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, എന്നാൽ ധൈര്യപൂർവ്വം പറയണ്ടേ? അല്ലെങ്കിൽ SDPI ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് ധാരണയുണ്ടോ? SDPI ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ വോട്ട് കൊണ്ട് വോട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനില്ല. അതുകൊണ്ടാണല്ലോ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പിന്തുണ പറഞ്ഞാൽ ഞങ്ങൾ പറയും SDPIയുടെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് യഥാർത്ഥ മതേതര വോട്ട് മതി എന്ന് ഞങ്ങൾ പറയും. അത് പറയും. ഈ ഇലക്ഷൻ്റെ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ നിങ്ങൾ ഈ SDPI PFI പ്രശ്നം കോൺഗ്രസിനെതിരായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം കെ സുരേന്ദ്രൻ തന്നെ ഇന്ന് പറഞ്ഞ വാക്ക് കോൺഗ്രസിൻ്റെ PFI വൽക്കരണമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ വോട്ട് കൂടി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണോ ആ തന്ത്രം? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആസൂത്രണം നടക്കുന്നുണ്ടോ? പാലക്കാട് 2 കൊലപാതകങ്ങൾ നടത്തിയ, വളരെ സമാധാന അന്തരീക്ഷത്തിലുണ്ടായിരുന്ന പാലക്കാട് 2 കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത PFI, ആ PFIക്കെതിരായിട്ടാണ് SDPIക്കെതിരായിട്ടാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ പോലും അവരെ അംഗീകരിക്കുന്നില്ല. ന്യൂനപക്ഷ സമുദായങ്ങളുടെ മുഴുവൻ പിന്തുണ SDPIക്ക് ഉണ്ടെന്ന് ഞങ്ങൾ പറയില്ല. ചെറിയൊരു വിഭാഗം ആളുകളുടെ പിന്തുണയാണ് ഉള്ളത്. ആ SDPI ചെറിയ വിഭാഗം ആളുകളുടെ പിന്തുണ മാത്രമുള്ള SDPI പോലും കോൺഗ്രസ് ഇവിടെ ഭയക്കുക. അവരുടെ പിന്തുണ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അവരുടെ പിന്നാലെ പോലും നടക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അധപതനമല്ലേ? ഇത്തവണത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് പോകും? ഇത്തവണത്തെ ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് അനുകൂലമായി വരും. കാരണം പാലക്കാടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അറിയാം. ഞങ്ങൾ 9 വർഷമായി പാലക്കാട് നഗരസഭ ഭരിക്കുന്നുണ്ട്. 24 സീറ്റുള്ള ഞങ്ങൾ 28 സീറ്റ് എത്തിയത് ന്യൂനപക്ഷങ്ങളോട് ഈ വോട്ട് ലഭിച്ചിട്ടാണ്. ഞങ്ങളുടെ V. നടേശൻ 3-ാം വാർഡിൽ ജയിച്ചത്. സുന്ദരൻകോളി പ്രദേശം നിങ്ങളൊന്ന് പോയി കാണണം. 60-65% മുസ്ലിം വോട്ടാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ഏറ്റവും സമൂഹത്തിലെ താഴെത്തട്ടിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായമുള്ള ഒരു വാർഡിൽ നിന്നാണ് ശ്രീ നടേശൻ ജയിച്ചത്. മനഃപൂർവ്വം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള നീക്കമുണ്ട്, അതായത് മുസ്ലിങ്ങൾ മുഴുവൻ BJPക്ക് എതിരാണെന്ന്. പാലക്കാട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം BJPക്ക് എതിരൊന്നുമല്ല. ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിലാണ്. അവർ BJPയെ കാര്യമായിട്ട് സഹായിക്കുന്ന ജനവിഭാഗം തന്നെയാണ്. അവർക്ക് താമരയിൽ വോട്ട് ചെയ്യാനും മടിയില്ല. അവർ താമരയിൽ വോട്ട് രേഖപ്പെടുത്താറുമുണ്ട്.